കേരളത്തിലുള്ള നിലവിലുള്ള ആളുകളുടെ ചില ആളുകളുടെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മെസ്സി കേരളത്തിൽ വരുമോ? മെസ്സി കേരളത്തിൽ വരുമോ എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ ഇന്ത്യയിൽ വന്നല്ലോ, അപ്പോ മെസ്സിയെ ഇങ്ങോട്ടുകൂടി കൊണ്ടുവരരുതായിരുന്നോ? ഇതാണ് ക്വസ്റ്റ്യൻ. മെസ്സി ഇവിടെ വരെ വന്നില്ലേ, ഇനിയിപ്പോ മാർച്ച് വരെ കാത്തിരിക്കണോ? മെസ്സി ഇനി അർജന്റീന പോയിട്ട് ഇനി മാർച്ചിൽ തിരിച്ചു വരണോ? ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് പല വഴി കൂടി വരുന്നുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളത്, സോ നമ്മൾ ഈ മെസ്സി അല്ലെങ്കിൽ അർജന്റീന വരുന്ന കേസിൽ നമ്മൾ ആദ്യം മുതലേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായി മാത്രമാണ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിൽ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ പറയേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. പിന്നെ നമുക്കിതിൽ പറയേണ്ട കാര്യം, നമ്മൾ മെസ്സിയുടെ ഒരു വിസിറ്റ് അല്ല കേരളത്തിൽ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് മെസ്സി വന്ന് ടാറ്റ കാണിച്ച് ഗ്രൗണ്ടിൽ റൗണ്ട് അടിച്ചിട്ട് പോകുന്ന ഒരു പരിപാടി അല്ലല്ലോ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് മെസ്സി എന്നുള്ളത് മാത്രമല്ല, അർജന്റീന ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയുടെ ഒരു ഫ്രണ്ട്ലി മത്സരമാണ് നമ്മൾ കേരളത്തിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് വെറുതെ മെസ്സി വന്നിട്ട് കറങ്ങിയിട്ട് പോകുന്നത് കാണണ്ട, നമുക്ക് അർജന്റീനയുടെ കളിയാണ് കാണേണ്ടത്. അപ്പൊ അർജന്റീന വേഴ്സസ് ഓസ്ട്രേലിയ മത്സരമാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് മാർച്ച് വിൻഡോയിൽ നടക്കും എന്ന് തന്നെയാണ് സ്പോൺസർ ഇതുവരെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്കപ്പം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ. അപ്പോൾ സ്പോൺസർ ഓൾറെഡി പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ വിൻഡോയിൽ മത്സരം നടക്കാതെ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സ്പോൺസർ ഒരു പ്രസ് മീറ്റിലൂടെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേഡിയത്തിന്റെ അടക്കമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് നൂലാമാലകളെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ചിലുള്ള വിൻഡോയിൽ വീണ്ടും അപ്രോച്ച് ചെയ്യും. അർജന്റീന വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം കൊച്ചിയിൽ തന്നെ നടക്കാൻ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് വെറുതെ മെസ്സി വന്ന് ഗ്രൗണ്ടിൽ വന്ന് ടാറ്റ കാണിച്ചിട്ട് പോയാൽ പോരാ. നമുക്ക് അർജന്റീനയുടെ കളി, അർജന്റീനൻ ജേഴ്സിയിൽ ആ നമ്പർ 10 ജേഴ്സി ഇട്ട് മെസ്സി നമ്മുടെ കൊച്ചി ഗ്രൗണ്ടിൽ നമുക്ക് മുന്നിൽ കളിക്കുന്നതാണ് നമുക്ക് കാണേണ്ടത്. സോ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പോൺസർ ആണെങ്കിലും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് നടക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യം. അപ്പോൾ ഇതാണ് മെസ്സി കേരളത്തിലേക്ക് വരുമോ എന്നുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്.